ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ramisfoodandvlog. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വെച്ചതാണ്. എല്ലോട് കൂടിയുള്ള പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യണം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലക്കായ, 1 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇനി ഇത് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിനി ചൂടാറിയ ശേഷം അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ കഴിയുന്നതും വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം ചേർക്കാതെ അരക്കുമ്പോൾ കറി നല്ല ഡാർക്ക് കളറായിട്ട് വരും. മിക്സിയുടെ വെള്ളമൊക്കെ തുടച്ച് ക്ലീനാക്കിയ ശേഷം മാത്രം അരച്ചെടുക്കണം. നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് എണ്ണ കുറവാണ് ചേർത്തെങ്കിൽ വെള്ളം ചേർക്കാതെ അരക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മിക്സിയിലൊന്ന് അരച്ച് നോക്കി അരിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറും തോറും നല്ല ഡാർക്ക് കളറായിട്ട് വരും. അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായി കാണുന്നവരേക്കും ബൈ.